ഹലോ നമസ്കാരം, ഞാൻ അപർണ. ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിലോട്ട് ഒരു ട്രിപ്പ് പോവാണ്, ഒരു റോഡ് ട്രിപ്പ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലോറിഡയിലാണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ജോർജിയയിലോട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലാണ്. അപ്പം നമ്മൾ ഇനി പോകുന്നത് ജോർജിയയിലുള്ള അറ്റ്ലാന്റയിലോട്ടാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അറ്റ്ലാന്റ. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ സമയം 2:15, രാവിലെ 2:15 ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വാ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട്. ഒർലാൻഡോയിൽ നിന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അറ്റ്ലാന്റയിലോട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയാലേ നമുക്ക് ആ ഓപ്പണിംഗ് സമയത്ത് നമ്മുടെ ആ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 2:15 തന്നെ ഇറങ്ങിയത്. അപ്പം മോള് കയറിയ ഉടനെ തന്നെ അവളങ്ങ് ഉറങ്ങിപ്പോയി. നമ്മളൊരു 5-5:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറുക കേട്ടോ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേയിൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും റെസ്റ്റിംഗ് ഏരിയാസ് കാണും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രഷ് ആകാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് റെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പം ഇതാണ് റെസ്റ്റ് ഏരിയ. നല്ല തണുപ്പുണ്ട്, 9 ഡിഗ്രി തോന്നുന്നു തണുപ്പ്. കുഴപ്പമില്ല. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലും ട്രക്കൊക്കെയാണ്. കാണിച്ചു തരാം, കാണാവോ? ഇവിടെ കുറേ ട്രക്കുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറിൻ്റെ ഒക്കെ ഏരിയയ ഇത് കണ്ടോ. ഇത് നമ്മുടെ വാഷ്റൂമൊക്കെ. ഇനി നമുക്ക് യാത്ര തുടരാം. എന്തിനാ എണ്ണീറ്റ് ഉറങ്ങല്ലായിരുന്നോ? ദേവ് ഇത്രയും നേരം ഉറക്കുമായിരുന്നു. ദേവ് ഇങ്ങനെ നോക്ക്, തണുപ്പുണ്ടോ? തണുക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. വെളി നല്ല തണുപ്പുണ്ട്. പൊതിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങി കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ വെളുപ്പാങ്കാലത്ത് റോഡിലെ കൂടെ മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ പോകാൻ കുറച്ച് നല്ല രസമായിരുന്നു. അത് കുറച്ചു നേരം ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് പിന്നെയും മോളങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ സംസാരിച്ചോണ്ട് വരാം. കാരണം ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മറ്റാൾക്ക് ഉറക്കം വരുമല്ലോ. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു റെസ്റ്റ് റൂമിൽ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കാം കേട്ടോ. ഭയങ്കര സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണേ. ഞാൻ നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, ചുടുന്ന ചപ്പാത്തി, അതായത് റെഡിമെയ്ഡ് ചപ്പാത്തി, അത് ഞാൻ ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓംലെറ്റ് ഉണ്ടോ, അപ്പൊ അതും രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ റോളാക്കും. ഇങ്ങനെ റോളാക്കിയിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇത് തിന്നും. നല്ല ടേസ്റ്റാണ്. നേരെ ഒന്ന് വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇച്ചിരി നേരം ഉറങ്ങിയിട്ടൊക്കെ നമ്മൾ നേരെ അറ്റ്ലാന്റയിലോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടോ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നേ. അപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫുട്ബോൾ മ്യൂസിയത്തിലാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് കാറ് പാർക്ക് ചെയ്യണമായിരുന്നു. അപ്പം ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ നമുക്ക് പബ്ലിക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീ കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറാൻ പോവാണേ. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഹെൽമെറ്റ് വോളാണ്. അവിടുത്തെ പ്ലെയേഴ്സിന്റെ ഒക്കെ പല ടൈപ്പ് ഓഫ് ഹെൽമെറ്റ് എല്ലാം വെച്ചേക്കുന്ന ഒരു വോളാണ്. നല്ല രസമുണ്ടേ കാണാൻ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡ്
ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കോളേജ് ഫുട്ബോൾ ആണ്. അത് നമ്മുടെ സാധാരണ ബോൾ പോലെ ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മുടെ നോർമലായിട്ട് നമ്മൾ ടി വിയിലൊക്കെ കാണാറുള്ള ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു ഷേപ്പ് ആയിരിക്കത്തില്ല ഇത്. അപ്പോൾ അത് മൂന്നാമത്തെ നിലയെന്ന് നമ്മൾ കയറിയിട്ട് അവിടുന്ന് താഴോട്ട് പോകണമെന്ന് അവർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി മൂന്നാമത്തെ നില കണ്ടിട്ട് പിന്നെ താഴോട്ട് വന്ന് ഓരോന്ന് കാണാനാണ് പറഞ്ഞത്. അപ്പം അതിനു വേണ്ടി പോയേ. ഇവിടെ എഴുതിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ വർഷവും അവിടെ ആരൊക്കെ കളിച്ചു എന്നുള്ളവരുടെ ലിസ്റ്റാണ്, പേര്, പിന്നെ അവരുടെ കോച്ച്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എല്ലാ ഇയറിലും അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദേവന്റെ കയ്യിലിരിക്കുന്ന ഈ ബോൾ എന്ന് പറയുന്നത് അവര് കൊടുത്തതാണ് കേട്ടോ. കയറി വരുമ്പോൾ എനിക്കൊന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും അവർ ഇതുപോലെ ഓരോ ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ തന്നെ ദേവ് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഇതൊരു പ്ലെയേഴ്സ് ഗാലറിയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഏത് പ്ലെയർ ആണോ വേണ്ടത് അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും, അവർ ഏതൊക്കെ കളി കളിച്ചിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റുവേ. അപ്പോൾ ഈ 3rd ഫ്ലോറിൽ നിന്ന് ഈ 2nd ഫ്ലോറിലോട്ട് നമ്മൾ ഇറങ്ങുമായിരുന്നു. ആ ഒരു ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പിലെ ആ വ്യൂ ഭയങ്കര രസമുണ്ട്, ആ ഹെൽമെറ്റും ഒക്കെ കാണാനായിട്ട്. അത് ഇറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇനി ഒരു തിയേറ്ററിലോട്ടാണ് പോകുന്നത്. അതായത് ഈ ഒരു ഗെയിമിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുറച്ച് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഒരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ കൊക്കോളയുടെ ബർത്ത് പ്ലേസ് ആണ്. അപ്പൊ അതും ഈ ഒരു എന്താ പറയുന്ന ഈ സ്പോർട്സുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ കുറെ മോണുമെന്റ്സ് പോലെ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചു. കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടെ? കണ്ടോ, ഇത് കണ്ടോ? ഇത് അന്നത്തെ കാലത്തേക്ക് ഒരു എന്താ പറയുന്നത്, അന്നത്തെ കാലത്തെ കുറെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ പരേഡിലൊക്കെ പോകുന്ന ഇൻസ്ട്രുമെന്റും കാര്യങ്ങളും ഒക്കെ, അതിന്റെ ഒരു ഡെമോ പോലെ അവർ വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. ദേവുന്റെ ഹൈറ്റ് നോക്കാട്ടോ. നിക്ക് കാലടുപ്പിച്ച് വെക്ക്. നേരെ അവൻ ചാരി നിക്ക. നേരേക്ക് 3 feet 3.5 അല്ലേ? ഞാന് 5.4 5.4 നീ നോക്ക്. 5 ലാസ്റ്റ് കറിയത് 5.8 5.8. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബൂട്ട്സും ഷൂസും അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ ടീഷർട്ട്സ്, അവരുടെ ഹെൽമെറ്റ്, ജാക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ടോ. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ഇത് മറ്റേ സ്കൈ ഷോ ഇല്ലേ, മറ്റേ പ്ലെയിനിന്റെ ഷോ, അതിന്റെ കുറേ ഇതെല്ലാം എന്താണെന്നറിയാമോ? നമ്മുടെ യു എസിലെ ഓരോ 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 ഇല്ലേ ജോലികളില്ലേ, ജോലികൾ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്, മെർച്ചന്റ് മറൈൻ, അങ്ങനെ എല്ലാവരുടെയും യൂണിഫോം ആട്ടോ. അത് കണ്ടോ, ഇത് മെർച്ചന്റ് മറൈൻ അക്കാഡമിയുടെ യൂണിഫോം, ഇത് എയർഫോഴ്സിന്റെ യൂണിഫോം, ഇത് മിലിറ്ററി അക്കാഡമിയുടെ യൂണിഫോം, നേവൽ അക്കാഡമിയുടെ യൂണിഫോം കണ്ടോ, കോസ്റ്റ് ഗാർഡ് അക്കാഡമിയുടെ യൂണിഫോം കണ്ടോ. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ട്രോഫി ആട്ടോ. ആനുവൽ സർവീസ് അക്കാഡമി ഫുട്ബോൾ കോമ്പറ്റീഷന്റെ ട്രോഫി. അടിപൊളിയല്ലേ?
ഇതിനകത്ത് ലാസ്റ്റ് എഴുതിയേക്കുന്നത് 2020 വരെ കേട്ടോ. ഇനിയിപ്പൊ അടുത്ത എപ്പോഴാണ് ഇത് അതിന്റെ ചെറിയൊരു സെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗെയിമിന്റെ. അവിടെ ഇങ്ങനെ ആൾക്കാര് ഇതുപോലെ ഇത് കളിക്കുകയൊക്കെ കേട്ടോ, പ്രാക്ടീസും കാര്യങ്ങളും. ദേവുവിന് അതുപോലെ ഒരു ബോള് കിട്ടിയല്ലോ, അപ്പൊ അവളത് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഗെയിമിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2025 കേട്ടോ. അത് മൺഡേ ജനുവരി 20, 2025 കേട്ടോ, അറ്റ്ലാന്റയില്. അതിന്റെ ഒരു ബാനറും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഓരോ പെയിന്റിങ്സ് ആണ്. നല്ല രസമില്ല, ഇത് ദൂരെന്ന് കാണുമ്പോൾ പെയിന്റിങ്സ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അത് പെയിന്റിങ് ആണെന്ന് മനസ്സിലാകുന്നത്. ഭയങ്കര റിയലിസ്റ്റിക്. ആദ്യം കാണിച്ച ഹെൽമെറ്റില്ലേ, അതിന്റെ ടോപ്പില് വന്നിട്ടുള്ള വ്യൂ ആട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണുന്നുണ്ടോ എന്തോരം ഹെൽമെറ്റാന്ന് നോക്കാം. പിന്നെ ഇവിടെ കൊറേ പിക്ചേഴ്സ്. ഈ നമ്മുടെ കുതിരയുടെ കാലിലൊക്കെ വെക്കത്തില്ലേ, എന്ത് പറയുന്നെന്ന് എനിക്കറിയത്തില്ല, അതാ. പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാ ഇവര് കളിക്ക് പോകുന്നതിന് മുന്നേ ഇത് തൊട്ട് നോ ക്യാച്ച് ക്യാച്ച്. കൊടുക്ക കൊടുക്ക, തിരിച്ചു കൊടുക്ക. അവിടെ നിന്നിട്ട് ആ കുഴിയിലോട്ട് എറിയണം കേട്ടോ. അല്ല ഒന്നുകൂടെ. അതെ, അങ്ങനെ എറിയല്ല, അങ്ങനെ ഇരിക്കല്ലേ, നിന്നോണ്ട് ബാക്ക് വശം ഒന്ന് പിടിച്ചിട്ട്. അയ്യോ പറ്റില്ല. വാ വാ, എന്നാ പിടി. ഇത് തന്നെ അറിഞ്ഞാ പോരെ. എന്നെ എടുക്കണേ, മാറാ അപ്പം അറിയട്ടെ. മാറി. അയ്യോ മാറിക്ക്. അയ്യോ ശരാ, ഒന്നും വേണ്ട. അതങ്ങെടുക്ക അതെട്. ഒന്ന് വേണം. അയ്യോ ദേവ്, രണ്ടും അതിന് നീ അങ്ങനാണ് അറിയണ്ടേ, അതെനിക്കറിയത്തില്ല. മാറിക്കോ. എന്റെ അപ്പൊ ഞാനാ ചേച്ചി, എന്റെ 2 എണ്ണം വീണു. ഇല്ല വാ. അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഒളിമ്പിക് പാർക്ക്, സെന്റേനിയൽ ഒളിമ്പിക് പാർക്കിലോട്ടാണ് പോകുന്നത്. രാവിലെ നല്ല തണുപ്പ് തോന്നിയായിരുന്നു, പക്ഷെ ഇപ്പൊ എത്ര മണിയായി? ഇപ്പം 10-10:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല. അവിടെ കണ്ടോ, ജയന്റ് വീലിന്റെ ഒക്കെ ഉണ്ട്. എന്താന്ന് നോക്കാം അവിടെ ചെന്നിട്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ എല്ലാം തരിശാട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ഞാൻ കാണിക്കാവേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കാം. ദേവട്ടി ഉണ്ട്. ദേവട്ടിക്ക് ഇങ്ങനൊക്കെയുള്ള സ്ഥലത്ത് നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാതെ നമ്മളിപ്പോ വീടിന്റെ അവിടെയൊക്കെ നടക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലാണ് നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതിനകത്ത് വന്നപ്പോഴാണ് ഞാൻ കല്ലിൽ ഈ രൂപങ്ങൾ ശ്രദ്ധിച്ചത്. കണ്ടോ, ഒളിമ്പിക്സിന്റെ ഓരോരോ എന്താ പറയാ പ്ലേയേഴ്സിന്റെ ഇത് കുത്തി വെച്ചേക്ക ഈ കല്ലിനകത്ത്. കണ്ടോ, ഇത് പിന്നെ ഇവിടെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ.
അതിന്റെ അവിടെ ഒരു കെട്ടിടം കണ്ടോ? രാവിലെ ആ കെട്ടിടത്തിന് മുകളിൽ കാണില്ലായിരുന്നു, മുകളിൽ മഞ്ഞായിരുന്നേ. ഇപ്പം നല്ല സൂര്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എല്ലാം മാഞ്ഞു. ദേവ് രാവിലെ എന്തുവാ ഒരു അര ചപ്പാത്തിയെ തിന്നുള്ളൂ. കാരണം ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ കുറച്ച് പാല് കൊടുത്തായിരുന്നേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവക്ക് കാര്യമായിട്ട് വിശക്കുന്നില്ല. നോക്കണെന്ന്. രാവിലെ കൂടെ ഇത് പോകുന്നുണ്ടോ? പ്രാം പോകുന്നുണ്ടോ? കാണാ. ഇവിടെ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം നല്ല സ്നോഫോൾ ആയിരുന്നെന്ന് കേട്ടു കേട്ടോ. അതിന്റെ ഐസല്ല ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉരുകി തീർന്ന് അതിന്റെ കളറൊക്കെ മാറി ഒരു ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഐസാ ദേവ് അത്? ഐസാ അത്? കണ്ടോ? ഞാൻ തൊട്ട് കാണിക്കാട്ടോ. കണ്ടോ? അവരതെല്ലാം കൂട്ടിയിട്ടേക്ക് കേട്ടോ. ഇതേ ഈ ഒരു സംഭവം കാണാനാട്ടോ ഇവിടെ വരുന്നത്. ഇതാണ് ഒളിമ്പിക്. ഇത് കാണാനാണ് എല്ലാരും വരുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ തിരിച്ചു പോകാട്ടോ. ഇതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്നാൽ നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷെ അവരിതിനകത്ത് തുടരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താ ഒരു ഇതുപോലെയാണോ? എന്താ ഒരു പാർക്ക്? ആ, ഒരു പാർക്ക് പോലെ ഉള്ളത് ഇവിടെ. ഇതിപ്പോ ഇവിടെ എല്ലാം നേരത്തെ പച്ചയായിരുന്നു. പക്ഷെ ഇപ്പം സ്നോ തുടങ്ങിയത് കൊണ്ട് പുല്ലെല്ലാം എന്താ പറയാ വാടി മുഴുവൻ പോയി മഞ്ഞ കളറായി. കണ്ടോ? ഇത് അതിന്റെ ഒരു സിമ്പിളായിട്ട് വെച്ചേക്കുന്ന ഒളിമ്പിക്സിന്റെ. ഈ താഴത്തെ കല്ലിലെല്ലാം ശ്രദ്ധിച്ചോ? ഇതിനകത്തെല്ലാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരാണ് കൊത്തി വെച്ചേക്കുന്നത്. കണ്ടോ? എല്ലായിടത്തും കണ്ടോ? നല്ല എനിക്ക് അറിഞ്ഞൂടാ എവിടെ പങ്കെടുത്തവരാന്നറിയില്ല. മേ ബി US പങ്കെടുത്തവരായിരിക്കണം. അറിഞ്ഞൂടാ. കണ്ടോ? എല്ലായിടത്തും ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല. മെയിനായിട്ട് ഈ ഒരു ചെറിയ പൂളുണ്ടല്ലോ, ഈ പൂളിന്റെ ഫ്രണ്ടിലുള്ള കല്ലുകൾ മുഴുവനും ഇതുപോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? എല്ലാത്തിൻ്റെ നെയ്മുണ്ട്. നമ്മളിവിടെ ആണെങ്കിൽ ലഞ്ച് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കില്ലെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നതാണ്. അപ്പം ഭയങ്കര ലേറ്റ് ആയില്ല, ഒത്തിരി നേരം, ഒരു അരമണിക്കൂർ കൂടുതലായതുകൊണ്ട് അവർ നമുക്ക് ഒരു സംഭവം തന്നു. ലേറ്റ് ആയത് എന്നാ ഹസ്ബൻഡ് ഓൾറെഡി സാധനം വാങ്ങിക്കാൻ പോയി. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവർ ഈ കാർഡ് തന്നു കേട്ടോ. അപ്പം നമുക്ക് ഓരോ കാർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ 4 ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാം. കാരണം അവര് കാരണമല്ല ലേറ്റ് ആയത്. അത് ഇനി ഇവിടുത്തെ സാധനം വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അതപ്പം തന്നെ ദേവ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ ഇത്? എന്തോ ഇത്? ഇത് കളിക്കുന്ന സാധനമല്ല. അത് കൊടുത്താലേ അവർ ഫുഡ് തരത്തുള്ളൂ. ദേവുന് ഇതെന്തോ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ദേവുന് എന്തൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ നോക്കിക്കേ, എന്തോ സാധനം മനസ്സിലാവുന്നില്ലല്ലോ. എന്തോടാ? നിൽക്കാൻ ഞാൻ തുറന്നു നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കളിക്കാം. ഓക്കെ ഓക്കെ. ഞാനീ അതെ ഞാൻ ഇത് റാപ്പാണ് വാങ്ങിച്ചത്. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഇവിടുത്തെ അക്വേറിയം. പക്ഷെ നമുക്ക് കേറണം, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇവിടെ കേറേണ്ടത്. അപ്പൊ അതിനു മുന്നേ ആണെങ്കിൽ നമുക്കൊരു കൊക്കക്കോള ഫാക്ടറി ഉണ്ട്, ഇവിടുത്തെ ആദ്യത്തെ കൊക്കക്കോള ഫാക്ടറി.
അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ വരണം, തിരിച്ച് ഇവിടെ വരണം. ഈ സ്ഥലങ്ങളെല്ലാം ഒരിടത്ത് തന്നെ കേട്ടോ. ഇപ്പൊ നമ്മൾ പോയ ഒളിമ്പിക്സ് പാർക്കാണിത്. അത് കഴിഞ്ഞ് അതിന് ചുറ്റിലും തന്നെ ഈ സംഭവങ്ങളെല്ലാം നടന്ന് കണ്ടാൽ മതി. എവിടെയെങ്കിലും ഒരു പബ്ലിക് പാർക്കിങ്ങിൽ നമ്മൾ കാറ് കൊണ്ടിട്ടിട്ട് ഇത് നമ്മളങ്ങ് നടന്നു പോയി കണ്ടാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ കൊക്കക്കോള ഫാക്ടറി. ബർത്ത് പ്ലേസ് ഓഫ് കൊക്കക്കോള ആണ് കേട്ടോ. അതിന് മുകളിൽ കണ്ട ഒരു കൊക്കക്കോള ഇരിക്കുന്നേ. നോക്കാം, അവിടെ പോയി നോക്കാം. അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മൊത്തം കൊക്കക്കോള തന്നെ. കുറെ പേര് കൊക്കക്കോളക്ക് എതിരായിരിക്കും. ഞങ്ങള് അങ്ങനൊന്നും അല്ല, ചുമ്മാ ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ കയറുവാണ്. നല്ല തിരക്കുണ്ട്. കയറി ചെല്ലുമ്പോ തന്നെ കോക്കക്കോളയുടെ ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു എന്താ പറയുന്ന ഒരു റൂമിലാണ് നമ്മളെ കയറ്റുന്നത്. എന്നിട്ട് നമ്മൾ അതില് അവരിങ്ങനെ പറയും എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നൊക്കെ. അതെന്ന് പറയുന്നത് എങ്ങനെ ഓരോ ഇതിലെ ഓരോ പിക്ചേഴ്സിനും ഓരോ കഥകളുണ്ടാവും. അപ്പൊ അതൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരും. അത് നമ്മൾ കുറച്ചു നേരം കേട്ടിട്ട് നമ്മൾ അകത്ത് കയറിയേ. നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ലേ സീക്രട്ട് ചേംബർ, അതുപോലൊരു ഡോറൊക്കെ ഉള്ളൊരു റൂമിനകത്തോട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറിയത്. അപ്പൊ അതിനകത്ത് കയറി കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഫുള്ളി റോബോട്ടിക് ആയിട്ടുള്ള എന്താ ഇപ്പൊ പറയണ്ടേന്നത്, അങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് അതിനകത്ത് ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം പോലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊക്കക്കോളയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ. അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു കോല് പോലെ ഒരെണ്ണം ഇരിക്കുന്നില്ലേ, അത് ഉപയോഗിച്ചായിരുന്നു പണ്ട് ആദ്യകാലങ്ങളിൽ കൊക്കക്കോള ഇളക്കിയത്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇതിനകത്ത് എന്തൊക്കെയാ യൂസ് ചെയ്തേക്കുന്നതൊക്കെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നതേ ഉള്ളായിരുന്നു. ഇതുണ്ടോ തുറക്കും. ആദ്യം അതിന്റെ ട്രാൻസ്ഫോർമേഷനാ, കൊക്കോള ബോട്ടിലിന്റെ ട്രാൻസ്ഫോർമേഷൻ. ആദ്യം ഇങ്ങനെയായിരുന്നു, ഇങ്ങനായി, പിന്നെ ഇങ്ങനായി, പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ. അതിനകത്ത് നമ്മുടെ ഇമേജ് വരും കണ്ടോ, ഒരു സ്ലൈഡ് ഷോ പോലെ. കൈ ഇങ്ങനെ ഞാനാക്കട്ടെ, ഞാൻ വരുന്നുണ്ട്. ഇതാണ് കൊക്കക്കോളയുടെ സീക്രട്ട് വേൾഡ്. അതായത് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളത് ഇതിനകത്താട്ടോ. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് മൈൽ സ്റ്റോൺസ് ഓഫ് റിഫ്രഷ്മെന്റ്, അതായത് കൊക്കക്കോളയുടെ പലതരത്തിലുള്ള ഐറ്റംസ് അതായിരിക്കണം. പിന്നെ അതിന്റെ മ്യൂസിയം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കണ്ടോ, വാങ്ങിച്ചു കുടിച്ചോ. ഡ്രോ ദ ലോഗോ. അതേപോലെ എഴുതാണേ. ദേവ് എഴുതിയോ നോക്കട്ടെ. $950 ഉള്ള ഒരു കാറുണ്ട്. ഏതാ കൊക്കക്കോള ഇറങ്ങിയ സമയത്ത് അല്ലേ? ന്യൂസ് പേപ്പറിന് എത്ര രൂപ? 1 സെന്റ്. കോഫിക്ക് 10 സെന്റ്. അങ്ങനെ ആ കൊക്കക്കോള ഇറങ്ങിയ സമയത്തുള്ള എല്ലാ സാധനങ്ങളെ വിലയാണ്. ഇതെന്തോ ഗെയിമാട്ടോ, എന്തോ കൊറേ ഗെയിംസ് അവരിങ്ങനെ കൊക്കക്കോള ചെയ്തു. എന്തോ പ്ലെയർ 1, ഇത് പണ്ടത്തെ കൊക്കക്കോള മെഷീനൊക്കെ ആട്ടോ. കുറേ ടൈപ്പ് മെഷീൻ. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ കാര്യം.
ഇതെല്ലാം കൊക്കക്കോളയുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇതിൽ ഏതൊക്കെ ബ്രാൻഡ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ ഇതിനകത്തെ ആകെ ആ ഒരു സിംപ്ലിഫൈ ലെമണേഡ് ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നോക്കി വന്നപ്പോഴത്തേക്ക് ഫാൻ്റെ ഉണ്ടല്ലോ, അത് ഞാൻ കുടിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം അത് തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കയറിയ ഒരു റൂമിനകത്ത് ഇതുപോലെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അതെല്ലാം വെച്ച് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്ലേവർ, നമ്മൾ ഏത് ഫ്ലേവറാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് അത് പറയും കേട്ടോ. അപ്പോൾ അവർ ചൂസ് ഇപ്പം 4 ഫ്രൂട്ട്സ് തരും. അത് നമുക്ക് ഏത് ഇഷ്ടമാണോ ആദ്യം അത് പറയണം. പിന്നെ ഒരു 4 സെറ്റ് തരും. പിന്നെ അങ്ങനെ 3 സെറ്റായിട്ടുണ്ട്. അപ്പം അതിൽ നമ്മളുടെ ഫേവറേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളതെന്നുള്ളത് അവർ പറയും കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ടി ആന്ന് തോന്നുന്നു. ഞാൻ കാണിക്കാമേ. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ബബിള് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ പ്രഷറിനനുസരിച്ച് എത്ര വലുപ്പമുള്ള ബബിൾസ് ഉണ്ടാകുന്നു, ഇത്ര മിനിറ്റിൽ എത്ര ബബിൾസിനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഫിറ്റ്നസ് പോലുള്ളൊരു ഒരു ഗെയിം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് എനിക്ക് തോന്നുന്നു 3000 സംതിങ് ബബിൾസ് ഉണ്ടാക്കി. അങ്ങനെ രസമുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരു സ്കൂൾ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതേത് തന്നെ അതേതാടാ കാണാം തന്നെ. ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ഓരോ സെന്റുകളുടെ ഒരു പലതരത്തിലുള്ള സെന്റുകൾ എടുത്ത് വെച്ചേക്കുക കേട്ടോ. അത് 3 എണ്ണം ഉണ്ടല്ലോ, അത് 3 എണ്ണം ഞാൻ വെച്ച് 3 ടൈപ്പ് സെന്റാണ്. അത് ആക്ച്വലി ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് 3 എണ്ണം വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് ആദ്യം ഞാൻ മണത്തത് മുല്ലപ്പൂ ആയിരുന്നു. അങ്ങനെ കുറേ ലാവണ്ടർ, എന്താ പറയുക, എല്ലാം അങ്ങനത്തെ കുറേ ഫ്ലേവേഴ്സ് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കോഫി ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചുമ്മാ ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു സംഭവം നമുക്കൊരു ആകാംക്ഷ തോന്നൂല. അതിനു വേണ്ടി വെറുതെ വെച്ചേക്കുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ക്വിസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ സെന്റിനെ പറ്റിയിട്ടൊക്കെ. അതൊക്കെ ഞങ്ങൾ അവിടെ അങ്ങ് നിന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ വന്നതെന്ന് വെച്ചാൽ ടേസ്റ്റിംഗ് സോൺ ഉണ്ടായിരുന്നേ. അതായത് കൊക്കക്കോളയുടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് അതിന് പല കളേഴ്സ് കൊടുത്തേക്കുന്നുണ്ട്. ലാവണ്ടർ, യെല്ലോ, റെഡ്, ബ്ലൂ, അങ്ങനെ ഓരോന്നും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ അതിൽ ഓരോന്നിലും പല തരത്തിലുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. പല ഉള്ളത്, അതായത് കൊക്കക്കോള പല രാജ്യത്തും പല ഉൽപ്പന്നങ്ങളായിരിക്കും. അങ്ങനെ അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. വേറൊരു ടേസ്റ്റ് ജിഞ്ചറില്ലേ, ജിഞ്ചർ ബിയർ. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സുവനിയർ വാങ്ങിക്കാൻ വന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നില്ല, കൊക്കക്കോളയുടെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് നമ്മളൊരു സുവനിയർ എടുത്തു. ഏട്ടാ കാണിച്ച സുവനിയർ? ദേ രണ്ടും എടുത്തോ? ഇതെടുത്താ മതി. അങ്ങനെ സുവനിയർ എടുത്തു കേട്ടോ. കുറേ സുവനിയർ ഉണ്ട് കേട്ടോ. ദേവുനെല്ലാം വേണം, ദേവുനെല്ലാം എടുക്കും കേട്ടോ. സുവനിയർ മാത്രല്ല, ഡ്രസ്സും കൊക്കക്കോളയുടെ കണ്ടോ, ഇത് പാൻസ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ ഒരു മരം കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ അടുത്ത് വരുമ്പോ കാണിക്കാവേ. അടുത്ത് വരുമ്പോ നോക്കിക്കാണേ. നോക്ക്, ഇതിനകത്തെ ആ പഴങ്ങളൊക്കെ നിൽക്കുന്ന നോക്ക്, എന്ത് രസമാണ് നോക്ക്. നല്ല ഭംഗിയല്ലേ കാണാന്. ആദ്യം ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആന്ന്, പക്ഷെ അല്ല, ഇത് ശരിക്കുള്ളത്. ദേവുട്ടിക്ക് വേണം. എന്തിനാ ദേവു? ആ ദേവു അവിടെ നിക്ക, അമ്മ ദേവു അവിടെ നിക്കുന്നതായിട്ട് എടുക്ക. ഇഷ്ടപ്പെട്ടോ? ഇത് എന്ത് രസം അത് കാണാൻ. നമുക്ക് ശരിക്കും ഒറിജിനലാണ്. ഇഷ്ടപ്പെട്ടോ?
അടുത്ത് നമ്മൾ കയറിയത് ജോർജിയ അക്വേറിയത്തിലാട്ടോ. ഒരു വലിയ അക്വേറിയം ആണ് അത്. അപ്പം ആദ്യം കുറച്ച് മീനുകളെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് ഡോൾഫിന്റെ ഷോ കാണാനാണ്. അപ്പം നമ്മൾ വെള്ളം തെറിക്കുമെന്ന് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാറി പുറകിലോട്ടാണ് നമ്മൾ ഇരുന്നത് കേട്ടോ. പക്ഷേങ്കിൽ നല്ല രീതിയിൽ വെള്ളം തെറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോ നമുക്ക് കണ്ടാലോ. Despite their name, dolphins don't actually have a nose or even a sense of smell. This part of the body is known as the rostrum. At birth, this rostrum is covered in several hair-like whiskers which aid newborn calves in the nursing process. These hairs, which eventually fall out, are just one of the 5 characteristics that classify dolphins as a mammal. All mammals give live birth and newborn on top of their head, and it's not only where they breathe from, but it's also where they produce all of their vocalizations. And when they make these unique clicks and whistles, it can sound a little something like this. He wants to train a behavior that looks like a head shake no. All he has to do is move that target pole side to side. We can even use these target poles to incorporate full body movements. So Chris can move that target pole around in a big circle, and Bushido will follow with his whole body. Very nice. Thank you, Bushido and Chris, for showing us how these target poles can work. The habitat to the other. Is giving them their favorite toys and allowing them to interact with these toys, or what we call enrichment devices. Now, an enrichment device is ദേവുട്ടി, ദേവുവിന്റെ ദേഹത്താരാ വെള്ളം ഒഴിച്ചേ? ദേവുട്ടി ഇങ്ങോട്ട് നോക്കിയേ. ആരാ വെള്ളം ഒഴിച്ചേ കുഞ്ഞിന്റെ ദേഹത്ത്? ഡോൾഫിനാണോ? ഒരു പേടിയില്ല, അറിയത്തില്ല.
വിളിച്ചേ. വരുന്നുണ്ട്. അപ്പായ നോക്ക്. ഇങ്ങോട്ട് നോക്ക്. അപ്പായ നോക്ക്. അപ്പായ നോക്ക്. അപ്പായ നോക്ക്. അപ്പായ നോക്ക്. അപ്പായ നോക്ക്. അപ്പായ നോക്ക്. നോക്ക് ഇങ്ങോട്ട് നോക്ക്. അവിടെ നിൽക്കണേ. അവിടെ നിൽക്കണേ. ഇത് നെത്തോലിയാ. നെത്തോലി പോലുള്ള മീനാന്നേ ഉള്ളൂ. അപ്പൊ നെത്തോലി അല്ലേ ഇത്? ദേവദാര അവ തിരിഞ്ഞിരിക്കുക. നമ്മളെ വരുന്ന അറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ തിരിഞ്ഞിരിക്കുന്നത് ദേവി. സീ ഡ്രാഗൺ കണ്ടോ? സീ ഡ്രാഗൺ കണ്ടോ? നോക്ക്. കണ്ടോ? ഇത് സീല് Questions and we've got answers. These are frequently asked questions from our hotline. ദേവു, ഇതെന്തുവാ ദേവു? ഫിഷോ? നീ മേലോട്ടൊക്കെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്ന് ഈ ഒരു വ്ളോഗ്. അപ്പം 2 ദിവസമാണ് നിന്നത്. അപ്പം നമ്മൾ അടുത്ത ദിവസത്തെ കാഴ്ചകൾ അടുത്ത വ്ളോഗിൽ കാണാമേ. അപ്പം അതുവരെ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.